നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ നായക സങ്കല്പത്തെ പുതിയ വഴിത്താരയിലേക്ക് നയിച്ച നിവിൻ പോളിയും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഇഷ്ട സംവിധായകനായ എബ്രിഡ് ഷൈനുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്റർ കോളേജ് ആൽബം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പല പല കോളേജ്. അത് നടത്തിയത് ഏരീസ് കമ്പനിയാണ്, സോഹൻ റോയ് നടത്തുന്ന ഏരീസ് കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു ആൽബം ചെയ്യാൻ, ഒലിവ് എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട് ഞങ്ങളുടെ കോളേജിൽ നിന്ന്. അവരൊരു പാട്ട് കമ്പോസ് ചെയ്യും, അതിൻ്റെ അകത്ത് ഇങ്ങനെ കോമ്പറ്റീഷൻ അയക്കാൻ വേണ്ടി ചെയ്ത ഒരു ആൽബമാണ്. ഞങ്ങളുടെ വളരെ പൈസയൊന്നും ഇല്ലാണ്ട് ഞങ്ങളെല്ലാവരും കൂടി 100, 150, 200 രൂപ ഷെയർ ഇട്ട് ഒരു പഴയ ഏതൊരു ക്യാമറ എവിടെ നോക്കി ഒപ്പിച്ച് ഡയറക്ഷനൊന്നും അറിയാത്ത കുറെ നമ്മൾ വളരെ അമച്ചുറായിട്ട് പറ്റുന്ന ഒരു അറിവ് വെച്ചിട്ട് നമുക്കുള്ളത് ആഗ്രഹവും പാഷനുമാണ്. ഇത് കാരണം എഡിറ്റ് ചെയ്ത അൽഫോൺസ് ആയിരുന്നു. അൽഫോൺസ് ആയിരുന്നു താങ്കളുടെ ആദ്യകാലത്തെ ഒരു എന്താ, ആദ്യകാലത്ത് താങ്കൾക്ക് സിനിമ താങ്കളിലേക്ക് കുത്തിവെച്ചൊരു കഥാപാത്രമാണ് അല്ലേ? അല്ലെങ്കിൽ സിനിമയുടെ കാര്യത്തിലാണ് നിങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടായത്? സിനിമയുടെ ചർച്ചകളിലൂടെയാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത് ശരിക്കും പറഞ്ഞാൽ അൽഫോൺസ്. അന്നേ അവൻ ഭയങ്കര ടാലന്റഡ് ആയിരുന്നു. അവൻ എഡിറ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനെ പല പല കാര്യങ്ങളും പല ആക്ടേഴ്സിനും പ്രൊഫൈൽസ് ഒക്കെ എഡിറ്റ് ചെയ്ത് അവൻ കൊടുക്കുമായിരുന്നു. വീഡിയോ പ്രൊഫൈൽസും എല്ലാം എഡിറ്റ് ചെയ്ത് അവൻ കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ അവനെ ഏൽപ്പിച്ച് ചെയ്തൊരു ആൽബമാണ്.